നമസ്കാരം. ചില കുടുംബ വഴക്കുകൾ ചിലപ്പോൾ ഒരു കെട്ടിപ്പിടുത്തത്തിൽ തീരും. ഈ കഴിഞ്ഞ ഇടയ്ക്ക് എന്നെ ഒരു മനുഷ്യൻ സ്ഥിരമായിട്ട് വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നെ ആദ്യം വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തിയല്ല, എനിക്ക് കൗൺസിലിങ്ങിനെ പറ്റിയൊന്നും അറിയത്തൊന്നുമില്ല. ചേട്ടൻ ആരെങ്കിലും കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിംഗ് ആണെങ്കിൽ നല്ല ഒഫീഷ്യലായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ആൾക്കാരെ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഇത് ഈ പഴയ ആൾക്കാർ ചുമ്മാ പൈസ എന്നൊരു ചിന്താഗതിയിൽ വെറുതെ നമ്മളോട് കൗൺസിലിംഗ് ചെയ്യിപ്പിച്ച് പൈസ മേടിക്കുകയാണ്, എനിക്കൊന്ന് ഓപ്പണായിട്ട് സംസാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഡ്യൂട്ടി പല കാര്യങ്ങളും, ഒന്നാമത് ഞാൻ ഗൾഫിലാണ്, ചേട്ടന് അതും അദ്ദേഹം വേറൊരു രാജ്യത്താണ്. അപ്പം ആ ഒരു രാജ്യത്തെ സമയമായിട്ടൊന്നും മാച്ച് ആവത്തില്ല. അപ്പം ഒരു കാര്യം ചെയ്യും, വോയിസ് മെസ്സേജ് ഒക്കെ അയക്കാൻ പറ്റും. ഇനിവേ ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ മെസ്സേജ് ഒക്കെ അയക്കുക. അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. ഒരു നിസ്സാര കാര്യത്തിന് പോലും പുള്ളിക്കാരി അങ്ങ് ഭയങ്കരമായിട്ട് ഇമോഷണലി അങ്ങ് വലിയ ബഹളം ഉണ്ടാക്കുകയും വായിന്ന് വളരെ മോശമായ സംസാരങ്ങൾ വരികയും ഒക്കെ ചെയ്യും. അപ്പം ഇദ്ദേഹം നേഴ്സാണ്, ആ പുള്ളിക്കാരി വേറെ ഏതോ ഓഡിറ്റിങ്ങും മറ്റു കാര്യങ്ങളോട്ടൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ രണ്ടുപേർക്കും വർക്ക് പ്രഷറുണ്ട്, കുട്ടികളുണ്ട്, കുട്ടികളുടെ കാര്യം നോക്കാൻ രണ്ടുപേർക്കും പറ്റുന്നില്ല, വിദേശ രാജ്യത്താണ്, പല സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്, ഇവർ തമ്മിലൊരു സ്മൂത്തായിട്ട് പോകുന്നില്ല. അപ്പോൾ ഇയാളും ഈ ഭാര്യയുടെ ഇത് കാരണം ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ട്, നമുക്കറിയാമല്ലോ ഈ കൂടെ നിൽക്കുന്ന പല ആൾക്കാരും ഭയങ്കരമായിട്ട് ഉപദേശിക്കാൻ മിടുക്കരാണ്. കാരണം എന്താ പറയുക, ഇപ്പം പ്രത്യേകിച്ചൊരു വിഷയം വെച്ചാൽ, ഞാൻ ഡിവോഴ്സ് ആണെങ്കിൽ എൻ്റെ കൂടെയുള്ള നല്ല ആൾക്കാരെ എങ്ങനെയെങ്കിലും ഡിവോഴ്സ് ആക്കണമെന്ന് എനിക്കൊരു ചിന്ത ഉണ്ടാകത്തില്ല. ഒരു ബേസിക്കായിട്ടുള്ള ഒരു മെൻ്റൽ പ്രശ്നമാണ് അയാളുടെ ഒരു തോട്ട് മുഴുവൻ. ഞാൻ ഡിവോഴ്സായി, ഓക്കെ, മറ്റവന്മാരെ എങ്ങനെയും ഡിവോഴ്സ് ആക്കിപ്പിക്കണം എന്ന് പറയും. അപ്പോൾ അയാളൊരു ഫാമിലി പ്രശ്നമായിട്ട് ഒരാൾ പറഞ്ഞു വരുമ്പോൾ ഞാൻ മാക്സിമം ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, നീ ഡിവോഴ്സ് ചെയ്ത് കളടാ, എന്തോത്തിനാണ് ജീവിക്കുന്നത്, അല്ല നീ ഡിവോഴ്സ് ചെയ്ത് കളയടി, നിനക്ക് തന്നെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഉപദേശമാണ് പറ്റുന്നത്. അപ്പോൾ ഈ ഉപദേശം കിട്ടുമ്പോൾ വിചാരിക്കും ഓക്കെ മതി, എന്നാൽ പിന്നെ എനിക്കും വേണ്ടാന്ന് കരുതിയിട്ട് ചിന്തിക്കും. പക്ഷേ പോയി പിന്നെ ചെന്ന് എത്തപ്പെടുന്ന ചിലപ്പം വേറെ രീതിയിലേക്കായിരിക്കും. എനിവേ ഇയാളുടെ കൂടെയുള്ള പല ആൾക്കാരും ഇങ്ങനെ ഇയാളെ ഉപദേശിക്കുന്നുണ്ട്, നീ അവളെ കളയടാ, അവളിലെ പോട്ട്, പിള്ളേരെ ആരെങ്കിലും നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ എന്തോ ഇയാളുടെ മനസ്സിലൊരു കുറ്റബോധവും അയാൾക്കൊരു സംശയം, അയാൾ അങ്ങനെ ചെയ്താൽ ശരിയാണോ എന്നുള്ള സംശയം കൊണ്ടൊക്കെ ആയിരിക്കും എനിവേ അയാൾ എന്നോട് സംസാരിക്കുന്നു. എനിവേ ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ പറഞ്ഞ് മുന്നിൽ പോട്ടെ, ആ പുള്ളിക്കാരി അങ്ങനെ ചെയ്ത് പോട്ടെ, അവരുടെ പ്രശ്നമായിരിക്കും അങ്ങനെ. അപ്പോൾ പല രീതിയിൽ ഇങ്ങനെ കുറേ നാൾ കൊണ്ട് ഞങ്ങളിങ്ങനെ ഓരോ രീതിയിൽ ഈ പുള്ളിക്കാരിക്ക് കുറേ ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കാനും, ബർത്ത്ഡേ നേരത്തെ ഓർത്തിരുന്ന് അത് സർപ്രൈസ് ചെയ്യാനും പല രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഈ പുള്ളിക്കാരി അങ്ങോട്ട് അടുക്കുന്നില്ല ഈ മനുഷ്യനുമായിട്ട്, കാരണം എന്നും വഴക്കാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ വസൂൽ രാജ MBBS സിനിമയ്ക്കകത്ത് കണ്ടിട്ടില്ലേ, നമ്മുടെ കമലഹാസന് ദേഷ്യപ്പെടുന്ന ആൾക്കാരെ പോയി കെട്ടിപ്പിടിക്കുന്നു, ചേട്ടൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചിലപ്പം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല, വളരെ റെയറായിട്ട് പണ്ടങ്ങാണ്ട് ഒന്ന് കെട്ടിപ്പിടിച്ചതേ ഉള്ളൂ, അല്ലെങ്കിൽ അവർ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പേ ഇല്ല അവർ തമ്മിൽ. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ട് എങ്കിലും ഈ പറഞ്ഞ അതൊക്കെ കഴിഞ്ഞ ശേഷം പതുക്കെ ഇങ്ങനെയൊക്കെ അകന്നു പോയാണ്, രണ്ടുപേരും രണ്ട് ട്രാക്കിലങ്ങ് പോയി. ചേട്ടാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും സ്വന്തം ഭാര്യയല്ലേ, വേറെ ആരെയൊന്നും അല്ലല്ലോ. അങ്ങനെ അവരടുത്തൊരു പ്രാവശ്യം ഇതുപോലെ എന്തോ ഒരു വലിയ വഴക്ക് നടക്കുകയാണ് വീട്ടിൽ, ഭയങ്കരമായിട്ട് ഈ പുള്ളിക്കാരി അങ്ങ്, കാരണം ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നു, അതിനെ ബേസ് ചെയ്ത് ഇവരങ്ങ് ഭയങ്കരമായിട്ട് വായിട്ട് അലക്കി, ഇതാണ് ഇവരുടെ പ്രശ്നം. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇയാൾ മനസ്സില്ലാ മനസ്സോടെ ചെന്ന് ഈ സ്ത്രീയെ അങ്ങ് കെട്ടിപ്പിടിച്ച്, എടി പോട്ടടി, സാരമില്ല, നീ അങ്ങ് വിട്ടുകള, അത് സാരമില്ലാന്ന് എന്തോ പറഞ്ഞ് അയാളങ്ങ് ആശ്വസിപ്പിക്കേണ്ടത്. ഈ ഭയങ്കരമായി ദേഷ്യപ്പെടുന്ന സ്ത്രീ എന്നോട് ആ മനുഷ്യൻ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ കെട്ടിപ്പിടിച്ചപ്പം ഭയങ്കരമായിട്ട് അവർ പൊട്ടിക്കരഞ്ഞു, അവർ കുറേ നേരം കരഞ്ഞു. അവർ ദേഷ്യപ്പെട്ടതിന് അയാളോട് ക്ഷമ ചോദിക്കുക. എന്നോട് പറഞ്ഞ് കുറേ നാൾക്ക് ശേഷം ആദ്യമായിട്ടാണ് അവിടെ വായുന്നൊരു സോറി, അല്ല എൻ്റെ ആ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞു വന്നത്. ഇപ്പോൾ അവർ തമ്മിൽ നല്ല സ്മൂത്തായിട്ട് പോവുകയാണ് ലൈഫ്. പല ആൾക്കാരും ദേഷ്യപ്പെടുന്നതും അല്ലെ പല ഫ്രസ്ട്രേറ്റഡ് ആവുന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊരു സാന്ത്വനം കിട്ടാത്തതുകൊണ്ടാണ് പലപ്പോഴും. നമ്മൾ അവരോട് ചോദിക്കുക. ഇപ്പോൾ ചില ആൾക്കാരോട് എത്ര ചോദിച്ചാലും അവർക്ക് എത്ര സ്വാതന്ത്ര്യം കൊടുത്താലും പഴയ രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. അതിനെപ്പറ്റിയല്ല ഞാനീ പറയുന്നത്. പലപ്പോഴും പല ആൾക്കാർക്കും ഒരു എന്താ പറയുക, ഒരു കെട്ടിപ്പിടുത്ത ഒരു ഹഗ് ആവശ്യമുണ്ട്. അവർ ചിലപ്പോൾ അവർ എക്സ്പ്രസ് ചെയ്യത്തില്ല, ഐ നീഡ് എ ഹഗ് എന്നൊന്നും ആരോടും പറയത്തൊന്നുമില്ല. പക്ഷേങ്കിൽ അവർക്ക് ഒരു ഡിസേർവ് ചെയ്യുന്നുണ്ട് പല ആൾക്കാരും. നമ്മളത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ആ ഇമോഷനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങ് പോകും. ലൈഫ് സ്മൂത്താകാൻ പറ്റും. ഞാൻ പറഞ്ഞ പല ആൾക്കാരും, ഇത് ആണായാലും പെണ്ണായാലും, ഒരുപാട് ടെൻഷനുള്ള ആൾക്കാരും അല്ല ജോലിയുടെ ഫ്രസ്ട്രേഷനും സാമ്പത്തികമായ ബുദ്ധിമുട്ടും ശാരീരിക ബുദ്ധിമുട്ടും, ഈ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ചില സമയത്ത് എന്നോട് തന്നെ കുറ്റബോധം ചിലപ്പോൾ തോന്നാറുണ്ട്. പല ദിവസങ്ങളിലും ഞാൻ എഴുന്നേൽക്കുമ്പോൾ അയ്യോ ഇന്ന് ജോലിക്ക് പോകണം എന്നും ചിന്തിച്ച് എഴുന്നേൽക്കുന്ന ചില ദിവസങ്ങളുണ്ട്. ശാരീരികമായ ബുദ്ധിമുട്ടാണ്. പഴയ ഒരു ആരോഗ്യമൊന്നും പലർക്കും ഇല്ല. അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ് ബോഡിയൊക്കെ.
അപ്പം ആ ഒരു ഇതിൽ നിൽക്കുമ്പം ജോലിയുടെ ഫ്രസ്ട്രേഷനും പിന്നെ വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ അവിടുത്തെ ബഹളവും പിള്ളേരുടെ പഠിത്തം പ്രശ്നം അവരുടെ സ്കൂളിലെ പ്രശ്നങ്ങൾ ഇതെല്ലാം കൂടെ വരുമ്പം നമുക്കൊന്ന് തല ചായ്ക്കാനോ അല്ലെ നമ്മൾക്കൊന്ന് നമ്മുടെ പ്രശ്നങ്ങളൊന്ന് പങ്കുവെക്കാൻ ഒരാളുണ്ട് എന്ന് അറിയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നേ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ചിലർ പറയുന്ന കേട്ടിട്ടുണ്ട് ഇത് ഒരു രീതിയിലും പരിഹരിക്കാൻ പറ്റത്തില്ലെന്ന്. ഉണ്ട്, നമ്മൾ ശ്രമിച്ചാൽ ചിലപ്പോൾ സാധിക്കും.